ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. 1 കൊരിന്ത്യർ 11-ാമത്തെ വാക്യം. സ്നേഹപ്പെട്ട എല്ലാവർക്കും പുതിയ ദിനത്തിലേക്ക് സ്വാഗതം. പൗലോസിൻ്റെ കൊരിന്ത്യർക്കുള്ള ആദ്യ ലേഖനത്തെ സൂചിപ്പിച്ചതുപോലെ കൊരിന്ത്യർ അനുഭവിച്ചതുപോലെ ആശയക്കുഴപ്പത്തിനാവാൻ കാരണമായേക്കാം. ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് വ്യത്യസ്ത വിഷയങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് തർക്കം വളരെ ആശയക്കുഴപ്പമുണ്ടാക്കി. 1 കൊരിന്ത്യർ 10-27-30 വാക്യങ്ങൾ. എന്നാൽ നമ്മുടെ ശരിയായ പ്രവർത്തന തടസ്സങ്ങളെയും ആശയക്കുഴപ്പങ്ങളെയും മറികടപ്പാൻ കഴിയും. ഇന്നത്തെ വായനാഭാഗത്തിൽ പൗലോസ് പറയുന്ന പോലെ മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി ഉള്ള നമ്മുടെ പ്രവർത്തികളിലൂടെ യേശുവിനെ എങ്ങനെ പിന്തുടരാം എന്ന് നാം ആളുകളെ കാണിക്കണം. നാം ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുമ്പോൾ അവനെ വിശ്വസിക്കുവാൻ നാം ലോകത്തെ ക്ഷണിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ സുവിശേഷം എപ്പോഴും പ്രസംഗിക്കുക, അത്യാവശ്യമുള്ളവർക്ക് മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. നാം യേശുവിൻ്റെ മാർഗം പിന്തുടരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ സത്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുവാൻ അവൻ നമ്മുടെ പ്രവർത്തകരെ നയിക്കട്ടെ. നമ്മുടെ വാക്കുകളും പ്രവർത്തകരും എല്ലാം ദൈവമത്തിന് തരട്ടെ. നിങ്ങളുടെ പ്രവർത്തികളിലൂടെ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നു. നിങ്ങളുടെ വിശ്വാസ നിശബ്ദ സൂചന എന്തൊക്കെയാണ്? നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളിലും ആളുകൾക്ക് എങ്ങനെ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും? പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, യേശുവിൻ്റെ ഉത്തമ മാതൃകയായി നന്ദി. എല്ലാ ദിവസവും എൻ്റെ പ്രവർത്തികളും വാക്കുകളും അവനെ എങ്ങനെ പിന്തുടരാമെന്ന് എന്നെ കാണിച്ചു തരൂ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിരക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.